ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് EF കണക്ട്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ മല്ലു പെസ് മാസ്റ്ററിൻ്റെ മാച്ചിന് ശേഷം എനിക്ക് DM വന്നിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ളത് ബ്രോ എങ്ങനെയാണ് സ്ക്വാഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്, ബ്രോ എന്ത് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്, ഗോൾ കീപ്പറിൽ നിന്ന് പ്രോഗ്രഷൻ ആണ് കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെ അടങ്ങിയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മൾ DM നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആളുകൾക്ക് വേണ്ടി ഇനി ഈ സംശയത്തിൻ്റെ പിന്നാലെ ആരും നടക്കണ്ട. നമുക്കെന്ത് ചെയ്യാം, A to Z കാര്യങ്ങൾ, എൻ്റെ സ്ക്വാഡ് എങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്, ഏത് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഇതിലൂടെ നോക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ കാണുന്ന പ്ലേയേഴ്സുകൾക്ക് മൊത്തമുള്ള പ്രോഗ്രഷൻസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ, നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് തന്നെ, ഞാൻ ഈ സെറ്റ് ചെയ്യാൻ പോകുന്ന സ്ക്വാഡിന് ഡിവിഷൻ മാച്ചിൽ നല്ല ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡിവിഷൻ മാച്ചൊക്കെ കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്വാഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പം തന്നെ സജസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു പ്ലെയിൻസിൽ ഈ ഒരു ഗ്രാഫാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കറക്റ്റ് ഗ്രാഫ്, ഇതിൻ്റെ കറക്റ്റ് ഗ്രാഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ ഏകദേശം മനസ്സിലാവും. ഇതിൻ്റെ പ്രോഗ്രഷൻ, ഇതിൻ്റെ ഫോർമേഷൻ വരുന്നത് 4-2-2-2 ആണ്. അതായത് 4-2-2-2 ഈ ഒരു രീതിയിലാണ്. 2 SS ആണ്, അതാണ് നമ്മളുടെ ഈ ഒരു ഡിഫറൻറ്റ്. അപ്പോൾ ഈ SS സ്ഥാനത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന ആളുകളാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്ലേയേഴ്സുകൾ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ, എന്നിട്ട് നമുക്ക് നോക്കാം. ഓരോ പൊസിഷൻ നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ഞാനിവിടെ ഗോൾ കീപ്പർ മുതലാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗോൾ കീപ്പറിന് എന്ത് ചെയ്യാം, തുടങ്ങാം നമുക്ക്. അപ്പോൾ എൻ്റെ ഗോൾ കീപ്പർ ഇതാ ഷ്മൈക്കിളാണ്. ഷ്മൈക്കിളിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാലോ. ഷ്മൈക്കിളിനെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്ലെയറിനും അതായത് പൊസിഷനിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവരുടെ പ്രോഗ്രഷൻ നോക്കാം. ഓക്കെ, പിന്നെ ഞാൻ CB ആയിട്ട് ചൂസ് ചെയ്യുന്നത്, വളരെ ശ്രദ്ധിക്കേണ്ട 2 കാര്യം എന്താ വെച്ചാൽ, CB ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് 2 സ്പീഡി ആയിട്ടുള്ള പ്ലേയേഴ്സിനാണ്. പക്ഷേ ഇവർ രണ്ടാളും എൻ്റെ സെൻറ്റർ ബാക്ക് അല്ല. കറക്റ്റ് ഞാൻ പറഞ്ഞാൽ ഞാനിവിടെ CB ആയിട്ട് ചൂസ് ചെയ്യുന്നത്, ഒന്ന് നമ്മളുടെ തുറാമാണ്. തുറാമിൻ്റെ ഈ ഒരു കാർഡാണ്. നമ്മളുടെ രണ്ടാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് നമ്മളുടെ മാൾഡിനി ഉണ്ടല്ലോ, ഇതാണ് എൻ്റെ സെൻറ്റർ ബാക്ക്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബിൽഡപ്പിനെയും ഒരു ഡിസ്ട്രോയറിനെയും ആയിട്ടുള്ള ഒരു കോംബോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇങ്ങനെ സെറ്റ് ചെയ്താൽ നിങ്ങളുടെ ഡിഫൻസ് വേറെ ലെവലായിരിക്കും. ഞാനിങ്ങനെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, എൻ്റെ ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും നിങ്ങൾക്ക് സെറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും എൻ്റെ ഡിഫൻസ് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരെ രണ്ടാമത് സെറ്റ് ചെയ്തത്. ഇവരാകുമ്പോൾ അത്യാവശ്യം ബാക്കോട്ട് ഓടി വന്ന് ബോൾ കൈകാര്യം ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ ലെഫ്റ്റ് ബാക്ക് റൈറ്റിൽ ആരാണ് ചൂസ് ചെയ്ത് നമുക്ക് നോക്കാം. പിന്നെ അത് ലെഫ്റ്റിൽ നമ്മുടെ എഡ്ജഡ് ക്രോസർ റോബർട്ടോ കാർലോസ്. എനിക്കറിയാലോ ക്രോസിൻ്റെ പ്രത്യേകത എന്താണ്. സെയിം റൈറ്റ് ബാക്ക്, അതിനൊരു കോംബോ ഉണ്ടെങ്കിൽ അത് കഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലെഫ്റ്റ് ബാക്ക് റോബർട്ടോ കാർലോസും റൈറ്റ് ബാക്ക് കഫും, ഇവർ രണ്ടാളും ഞാൻ യൂസ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ, ഇടത്തുനിന്നും വലത്തുനിന്നും ക്രോസ് വരും. പീക്ക് ക്രോസ് ആയിരിക്കും. എഡ്ജഡ് ക്രോസാണ് രണ്ടാളും, വേറെ ലെവലാണ് ക്രോസിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇവർ കയറി പോകുന്ന സമയത്ത് ഈ 2 CBs എന്ത് ചെയ്യും, സ്പീഡ് ഉള്ളത് കാരണം ഇവർ ഹാൻഡിൽ ചെയ്തോളൂ. മാൾട്ടിനി എന്ത് ചെയ്യും, ലെഫ്റ്റിലും റൈറ്റിലും CBയിലും ആയിട്ട് എന്ത് ചെയ്യും, കൈകാര്യം ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റീസ് കൊണ്ടാണ് ഞാൻ ഇവരെ CBയിൽ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി DMFൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പ്ലെയിൻ സ്റ്റൈൽ ഞാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രോയർ. ആ ഒരു പ്ലെയിൻ സ്റ്റൈൽ മാത്രം മാക്സിമം യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഡിസ്ട്രോയറിൽ ഞാൻ യൂസ് ചെയ്യുന്നുള്ളത് ഇവിടെ നമുക്ക് വിയറൊക്കെ മുകളിൽ കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഗെറ്റ് ടു സോൺ ആണ്. ഗെറ്റ് ടു സോൺ എനിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ DMFൽ വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ആൾ നോക്കിക്കോളൂ, സെൻറ്റർ ബാക്കിനെ സഹായിക്കും, അറ്റാക്കിനെ സഹായിക്കും, ചില നേരത്തെ പോയിട്ട് ഗോളും അടിക്കാറുണ്ട്. അപ്പോൾ ഗെറ്റ് ടു സോൺ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഡിസ്ട്രോയർ കാർ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക. ആങ്കർമാൻ ചൂസ് ചെയ്യാതെ ഇരിക്കുക. ആങ്കർമാൻ ഈ ഒരു ഫോർമേഷനെ ചൂസ് ചെയ്യേണ്ടെന്നുള്ളൂ, പക്ഷേ ബാക്കി ഫോർമേഷനിലൊക്കെ ആങ്കർമാൻ വേറെ ലെവലാണ്. ഇതിൽ മാക്സിമം ഡിസ്ട്രോയർ തന്നെ യൂസ് ചെയ്യുക. ഇനി CMF 2 ഓപ്ഷൻ ഉണ്ട്. 2 ഓപ്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ CMF ആയിട്ട് ചൂസ് ചെയ്യുന്നത്, നിങ്ങൾ വിചാരിക്കും ഇവിടെ സാവി, ഇനിയസ് ഇവരെല്ലാവരും കാണുന്നുണ്ടല്ലോ, പക്ഷെ അതല്ല കേട്ടോ. എൻ്റെ CMF ഇതാ ഫിലിപ്പ് ലാം. ഇത്രയും മികച്ചൊരു സെൻട്രൽ മിഡ്ഫീൽഡറിനെ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടില്ല. എന്താ പെർഫോമൻസ്! ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറയാൻ പോകുന്ന പ്രോഗ്രഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാർഡ് വേറെ ലെവൽ പെർഫോമൻസ് നിങ്ങൾക്ക് തരും. അത്രയും പെർഫോമൻസ് തരുന്ന ഒരു കാർഡാണിത്. റൈറ്റ് ബാക്കാണ് കാർഡ്, പക്ഷേ എനിക്ക് സെൻട്രൽ മിഡ്ഫീൽഡറിൽ ആൾ നല്ലൊരു ഇമ്പാക്റ്റ് വരുന്നുണ്ട്. ഈ സെയിം ഫിലിപ്പിലാമെ തന്നെ നിങ്ങൾക്ക് ഒരു പൊസിഷനും കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ ആ പൊസിഷനെ നമ്മൾ കുറച്ചായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ SS-ലേക്കാണ് കേട്ടോ പോകുന്നത്. ഈ SS-നെ സെറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. SS-ൽ ഞാനിവിടെ ഒന്ന് ജോർജ് ബെസ്റ്റിനാണ് സെലക്ട് ചെയ്യുന്നത്, ഒന്ന് നമ്മുടെ ഗാരത്ത് ബെയിലിനെയാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ 2 പ്ലെയറിനെ ഞാൻ SS-ൽ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം, ഒന്ന് എനി ടൈം ഗോൾ അടിക്കാനുള്ള കഴിവുണ്ട്, ഏത് സമയത്തും ഗോൾ അടിക്കാനുള്ള കഴിവുണ്ട്. രണ്ടാമത്തെ കാര്യം, നല്ല രീതിയിൽ പാസ് കൊടുക്കും, ത്രൂ ബോൾ കറക്റ്റ് ആയിരിക്കും. മൂന്നാമത്തെ കാര്യം, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ 2 പ്ലെയറും നല്ല രീതിയിൽ ക്രോസ് ചെയ്യും. ജോർജ് ബെസ്റ്റ് നല്ല രീതിയിൽ ക്രോസ് ചെയ്യും, ബെയിലും നല്ല രീതിയിൽ ക്രോസ് ചെയ്യും. അപ്പോൾ ഇനി എൻ്റെ ക്രോസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ കാണണ്ടേ, വേറെ ഒന്നല്ല. അതാ ബുള്ളറ്റ് ഹെഡർ സ്ലാട്ടൻ, അല്ല സോറി, നോർമൽ സ്ലാട്ടൻ. ബുള്ളറ്റ് ഹെഡർ എനിക്ക് കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്, എനിക്കിവിടെ ഏറ്റവും നിങ്ങൾക്ക് കാണാം ഇവിടെ സിംഗിൾ ബൂസ്റ്റർ ഉമ്മി അങ്ങനെ എല്ലാവരും ഉണ്ട്. പക്ഷേ
നമ്മളിവിടെ തപ്പി പോകുന്നത് നമ്മുടെ സ്വന്തം ഡാർവിൻ നൂനസിനാണ് ഗൈസ്. ഈ ഒരു കോംബോ വന്നതിന് ശേഷം ഡിവിഷൻ മാച്ചൊന്നും ഒരു പേടില്ല കേട്ടോ. വെറുതെ മാച്ച് കളിച്ചാൽ മതി, ഒരു ഗോൾ അടിച്ചോളൂ. ഈ ഒരു സ്കോഡിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഈ SS കളിക്കുന്ന രണ്ടാളുകളും ക്രോസ് ചെയ്യുന്ന ആളുകളാണ്. ഇവർ രണ്ടാളും ക്രോസ് ചെയ്ത് കൊടുക്കും. ഇവരെ അടുത്തുനിന്ന് ക്രോസ് ചെയ്യാത്ത സാഹചര്യം വരുമ്പോഴത്തേനും അവിടെ റോബർട്ടോ കാർലോസോ അല്ലെങ്കിൽ കാഫോ ഇറങ്ങിയിട്ടുണ്ടാവും. അതായത് ഈ 4 പ്ലേയേഴ്സും ക്രോസ് ചെയ്യുന്ന ആളുകളാണ്. 2 ബുള്ളറ്റ് ഹെഡിങ് ക്വാളിറ്റി ഉള്ള പ്ലെയറാണ്. ഡാർവിൻ നൂനസ് ബുള്ളറ്റ് ഹെഡറാണ്, സ്ലാട്ടൻ ബുള്ളറ്റ് ഹെഡിങ് ക്വാളിറ്റി അടങ്ങിയ പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ക്രോസിങ്ങും ഹെഡിങ്ങും ഉള്ളൊരു പ്ലെയിൻ സ്റ്റൈലാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ CMFും DMFും പൊട്ടാതിരിക്കാനാണ് ഞാൻ ഡിഫൻസീവ് ക്വാളിറ്റി ഉള്ള ഫിലിപ്പ് ലാമിനെ എന്ത് ചെയ്ത് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫിലിപ്പ് ലാമിനെ കൊണ്ട് നമുക്ക് ഒരു യൂസിങ് കൂടെ കിട്ടും. ആളെ റൈറ്റ് മിഡ്ഫീൽഡിൽ ഇട്ടാൽ വേറെ സാധനം. ഒന്നാമത് റൈറ്റിൽ ഇട്ടാലുള്ള ഉപകാരം എന്താ വെച്ചാൽ ക്രോസ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. രണ്ടാമത്തെ ഒരാൾ നന്നായിട്ട് കേളയും, ഇത് കണ്ടാൽ നന്നായിട്ട് കേളയും. പിന്നെ പെട്ടെന്ന് തന്നെ അറ്റാക്കിങ്ങിലേക്ക് ഓടിക്കയറി തരും. ഒരു ഗോൾ പൗച്ചറിൻ്റെ സ്ഥാനത്തേക്കൊക്കെ ആൾ ഓടിക്കയറി തരുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് റൈറ്റ് മിഡ്ഫീൽഡർ ആയിട്ടും CMF ആയിട്ടും ഫിലിപ്പ് ലാമിനെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് കൊടുത്തുള്ള പ്രോഗ്രഷൻ എടുക്കാമെന്ന് നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്ലാട്ടനിൽ തുടങ്ങാം കേട്ടോ. നോക്കിക്കോ, ഇതാണ് പ്രോഗ്രഷൻ വന്നിട്ടുള്ളത്. 7, 8, 9, 9, 8. ഈ ഒരു പ്രോഗ്രഷൻ നോട്ട് ചെയ്തോ, അടുപ്പം തന്നെ പോയി സെറ്റ് ചെയ്തു. രണ്ടാമത്തെ പ്ലെയർ നമ്മൾ ഡാർവിൻ നൂനസ് ആണ് ഗൈസ്. ഡാർവിൻ നൂനസ് 10 ഡ്രിബ്ലിങ് 4, 10, 8, 7 ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ആളെ ബുള്ളറ്റ് ഹെഡിങ് ഷാർപ്പായിരിക്കും. പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ള ബൂസ്റ്റർ എന്ന് പറയുന്നത് ഏരിയലാണ്. ഏരിയയിൽ കൊടുത്താൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. സ്ട്രൈക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ജോർജ് ബെസ്റ്റ്, എൻ്റെ ടീമിൻ്റെ മെയിൻ ആളാണ് കേട്ടോ ജോർജ് ബെസ്റ്റ്. ജോർജ് ബെസ്റ്റിന് ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ്രോഗ്രഷനാണ്. 6, 4, 10, 9, 9, 5. ആ 5 ഫിസിക്കൽ കോണ്ടന്റിനാണ്. ആൾക്ക് നല്ല ഫിസിക്കൽ ഇല്ലാത്തൊരു പ്ലെയറാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രഷൻ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം സ്പീഡ്, എക്സലറേഷൻ, ഫിനിഷിങ്, ഫിസിക്കൽ കണ്ടന്റ് ഉൾപ്പെടെ വേറെ ലെവൽ പെർഫോമൻസ് നമുക്ക് തരും. അപ്പോൾ തന്നെ പോയി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മളെ സ്വന്തം ബെയിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. 6, 6, 8, 9, 9, 2. ഓക്കെ, ഓൾറെഡി ഫിസിക്കൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ഫിസിക്കലിൽ ഒരു 2 മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് കുറച്ച് ഫിനിഷിങ്ങിലേക്ക് ആഡ് ചെയ്തപ്പോൾ നല്ലൊരു ഇമ്പാക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മളുടെ സ്വന്തം ഫിലിപ്പ് ലാമിൻ്റെ ഈ ഒരു പ്രോഗ്രഷൻ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഫിലിപ്പ് ലാം പിടിച്ചാൽ കിട്ടാത്ത പെർഫോമൻസാണ്. നമുക്ക് ഫിസിക്കൽ 10, ഫിസിക്കൽ ഇല്ലാത്തതിൻ്റെ ഒരു പ്രോബ്ലം ഉള്ള നല്ല പ്ലെയറാണ്. അപ്പോൾ ഫിസിക്കൽ ഞാൻ 10 കൊടുത്തിട്ടുണ്ട്. ബാക്കി ഈ കാണുന്ന സെറ്റപ്പിൽ നിങ്ങൾ ചെയ്തോ, നിങ്ങളുടെ ഫിലിപ്പ് ലാം എന്തായാലും വേറെ ലെവലായിരിക്കും. ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പ്രോഗ്രഷന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു, നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഫിലിപ്പ് ലാമിനെ സെറ്റ് ചെയ്യാം. പിന്നെ ആ ഫിലിപ്പ് ലാമിനെ ചൂസ് ചെയ്യുമ്പോൾ റൈറ്റിലേക്കും CMFിലേക്കും ഈ ഒരു ഒറ്റ പ്രോഗ്രഷൻ മതി. നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റിംഗ് ഒക്കെ ഉണ്ടാവും. ഇനി വരുന്ന നമ്മളുടെ ഗെറ്റൂസൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ്രോഗ്രഷനാണ്. പാസിങ് 8, ഡ്രിബ്ലിങ് 4, ബാക്കിയൊക്കെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്താൽ ഡിഫൻസിങ് 12 കൊടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ കൊടുക്കേണ്ട. ആളുടെ ഓൾറെഡി 102, 103 ടാക്ലിങ് കിട്ടുന്ന ഒരു പ്ലെയറാണ്. കുറച്ചിട്ട് ഈ ഒരു സെറ്റപ്പിൽ ചെയ്താൽ നല്ല രീതിയിലുള്ളൊരു പ്ലെയിൻ സ്റ്റൈലിങ് കിട്ടും. പിന്നെ നമ്മളുടെ റോബർട്ടോ കാർലോസിന് ഒരു പ്രോഗ്രഷനും ഞാൻ കൊടുത്തിട്ടില്ല. എങ്ങനെയാണോ കൊണാമി വന്നിട്ടുള്ളത് ആടെ കൊണ്ടുപോയിട്ട് ആൾ നോക്കിക്കോളും. പിന്നെ എന്തിനാ പ്രോഗ്രഷൻ്റെ ആവശ്യമില്ല. സെയിം കാഫു, ഞാൻ പ്രോഗ്രഷനിൽ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊളാക്കിയിട്ടുണ്ടെങ്കിൽ റിക്കവർ ആക്കിയിട്ട് പഴയതുപോലെ തന്നെ ആക്കിച്ചോ. ഓൾറെഡി കൊണാമി എന്താണ് കൊടുത്തിട്ടുള്ളത് അത് മതി. ആൾ അതിൽ തന്നെ നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് തരും. തുറാമിന് ഞാനൊരു ചെറിയ പ്രോഗ്രഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ CBയിലൊക്കെ ആയതുകൊണ്ട് പ്രോഗ്രഷന് ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. തുറാമിന് ഒരു പ്രോഗ്രഷൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തു. ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ള പ്രോഗ്രഷൻ. ഈ ഒരു രീതിയിൽ കൊടുത്താൽ എന്താ വെച്ചാൽ ആളെ CB ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഡിഫൻസീവ് അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക. പുള്ളിക്കാരൻ വേറെ ലെവലായിരിക്കും കേട്ടോ. പിന്നെ നമ്മളുടെ കരുത്തനായ ഡിഫൻസീവ് ലൈനെന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു പ്ലെയർ ഇല്ലാതെ മറ്റാര്. മാൾഡിനിക്കും ഞാൻ എന്ത് ചെയ്യുന്നില്ല, പ്രോഗ്രഷൻസ് ഒന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രോഗ്രഷൻ യൂസ് ചെയ്യാം. ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് CB ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടലുണ്ട്. ഹെഡിങ്, അതായത് ബുള്ളറ്റ് ഹെഡർമാരെ ശല്യം കൊയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹെഡിങ് കാപ്പബിലിറ്റി ഒക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇടുമ്പോൾ നല്ല രീതിയിൽ എനിക്ക് പെർഫോമൻസ് കിട്ടലുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മളുടെ മാച്ചസിന് ശേഷം, നമ്മുടെ ടൂർണമെൻറ്റിന് ശേഷം എനിക്ക് DMൽ വന്ന ഏറ്റവും കൂടുതൽ വന്നൊരു മെസ്സേജ്, ഷ്മൈക്കിളുടെ പ്ലെയർ പ്രോഗ്രഷൻ കൊണ്ടുപോകും. എന്നാൽ പിന്നെ അത് ഇങ്ങോട്ട് ആയിക്കോട്ടെ, പിടിച്ചോ. ഈ ഒരു ഷ്മൈക്കിളിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ കാട്ടിത്തരാം. എൻ്റെ കയ്യിലെ ഒരു ഷ്മൈക്കിളും കൂടെ ഉണ്ട്. പോയോ? ഇതാണ് ആ ഷ്മൈക്കിൾ കേട്ടോ. ഈ ഒരു കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ എത്ര മാച്ച് കളിച്ചുള്ളവരെ നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ മറ്റേ ആളെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രഷൻ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണം. ഈ ഒരു പ്രോഗ്രഷൻ യൂസ് ചെയ്യുന്ന പ്രത്യേകത എന്താ വെച്ചാൽ ഗോൾ കീപ്പിംഗ് റിഫ്ലക്സ്, അതേപോലെ ഗോൾ കീപ്പിംഗ് അവയർനെസ്, ഇത് രണ്ടും നല്ല രീതിയിൽ വർക്കാവും.
ബോൾ പെട്ടെന്ന് ചാടും ചെയ്യും, റീബൗണ്ട് ബോൾ വന്നാൽ അതിലും ചാടും. അങ്ങനത്തെ ഒരു ക്വാളിറ്റിയുള്ള പ്ലെയറാണ് ഷ്മൈക്കലിൻ്റെ. ഈ ഒരു കാർഡ് മാത്രത്തിൽ ആണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അത് എല്ലാ കാർഡിനും ഇല്ല. ഈ ഒരു കാർഡിന് ഈ ഒരു പ്രോഗ്രഷൻ സെറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും പ്രോഗ്രഷൻ സെറ്റ് ചെയ്യാതിരിക്കുക. എന്നോട് പ്രോഗ്രഷൻ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, പ്രോഗ്രഷൻ നിങ്ങൾ സെറ്റ് ചെയ്യാതിരിക്കുക. ഈ ഒരു സ്മൈക്കിളിന് ഇനി നിങ്ങൾക്ക് പ്രോഗ്രഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു പ്രോഗ്രഷൻ പരിചയപ്പെടുത്തി തരാം, സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കാട്ടിത്തരാം. ഈ ഒരു പ്രോഗ്രഷൻ സെറ്റ് ചെയ്തു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ റിഫ്ലക്സും അവയർനെസ്സും സമമായിരിക്കും. അതുകൊണ്ട് റീബൗണ്ട് ബോളിനും ആൾ ചാടും, അതേപോലെ അവെയറായിട്ട് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. ഞാൻ പ്രോഗ്രഷൻ കൊടുക്കേണ്ടതെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം ഈ സ്മൈക്കിൾ കൺസിസ്റ്റൻസി ആയിട്ടൊരു പെർഫോമൻസ് വരുന്ന ഒരു കാർഡല്ല. നമ്മളുടെ ഡിഫെൻസീവിൻ്റെ പവർ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് സ്മൈക്കിളിൻ്റെ പെർഫോമൻസ് കിട്ടാറ്. എല്ലാവരും പറയുന്നുണ്ട് ഇത് വീക്ക് കാർഡാണ്. സ്മൈക്കിളല്ല വീക്ക്, നിങ്ങളാണ്, നിങ്ങളുടെ ഡിഫൻസ് ലൈനാണ് വീക്ക്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡിഫൻസീവ് ലൈൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്മൈക്കിളിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കുക വേണ്ട. ഒരു ബ്ലിറ്റ്സ് സേവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബ്ലിറ്റ്സ് കേളർമാരെ ബ്ലിറ്റ്സ് കേളൊക്കെ നമുക്ക് പിടിച്ചെടുക്കുന്ന ഒരു മാജിക്കൽ ഗോൾ കീപ്പറാണ് സ്മൈക്കിൾ. അപ്പോൾ ഏറ്റവും നല്ല ഡിഫൻസീവ്, നിങ്ങൾ ഡിഫൻസീവ് ഫസ്റ്റ് ഇൻട്രാക്ട് തന്നെ ഒരു വന്ന് ഗോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കളി മൊത്തമുള്ള സ്മൈക്കിൾ ബാഡായിരിക്കും. അതുകൊണ്ട് 1-2 നമ്മൾ ഡിഫൻസിനെ കൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ ആൾ ഓട്ടോമാറ്റിക് ഉണ്ടാവും, നല്ല രീതിയിൽ പെർഫോമൻസ് വരും. സ്മൈക്കിളിൻ്റെ ഒരു പ്രത്യേകത അതാണ്. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പർ ഏതാണെന്നുള്ള ചോദ്യമുണ്ട്. എനിക്കൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഈ ഒരു പീറ്റർ ചെക്കൻ്റെ ഈ ഒരു കാർഡാണ്. അത് കളിപ്പിച്ചിട്ടുള്ളവർക്കറിയാം, ഞാൻ കളിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കാർഡ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഫാനായിരുന്നു, എങ്ങനെ അടിച്ചാലും അങ്ങോട്ട് കയറില്ല. ഈ കാർഡിൻ്റെ പ്രത്യേകത തന്നെ പറഞ്ഞത് മിസ്റ്റർ ക്ലീൻ ഷീറ്റർ എന്ന് പറഞ്ഞൊരു ഇതിൽ വന്നിട്ടുള്ളൊരു കാർഡാണ്. നല്ല രീതിയിലൊരു പെർഫോമൻസ് വരുന്നുണ്ട്. അപ്പോൾ സ്മൈക്കിളിന് എന്ത് ചെയ്യുക, പ്രോഗ്രഷൻ കൊടുക്കാതെ കളിക്കുക, വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രഷൻ യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി എൻ്റെ പോലെ സ്കോഡ് സെറ്റ് ചെയ്യാത്ത വിഷമത്തിൽ ഇനി ആരും നടക്കണ്ട. ഈ സെയിം സ്കോഡ് നിങ്ങൾ സെറ്റ് ചെയ്തു. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്ലേയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏത് പ്ലേയേഴ്സാണ് നിങ്ങളെ ഉള്ളതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അടിക്കുക. ഈ ഒരു പ്രോഗ്രഷൻ യൂസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അടിക്കുക. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങൾ വേറെ ഉണ്ടോ, ഇനി എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാണ്ടോ, ഈ ഞാൻ ചെയ്തിട്ടുള്ള ഫോർമേഷനിൽ എന്തെങ്കിലും തിരുത്തൽ വരുത്താനുണ്ടോ, നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻ മസ്റ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അടിക്കുക. പിന്നെ എനിക്ക് എടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതെനിക്ക് തരുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.